ഹായ് ഹലോ, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടൊരു മീൻ കറി വെച്ചാലോ? അല്ലേ, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്കില്ല. അപ്പോൾ അതാ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാമേ. അതിലേക്ക് ഞാൻ എന്താ ഒരു 5-6 കാന്താരി മുളക്, ഒരു പഴുത്ത വലിപ്പമുള്ള തക്കാളി, ഒരു 3 മീഡിയം സൈസ് സബോള കനത്തിലരിഞ്ഞത്, പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലകൾ: 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞേച്ച് നമ്മളതിൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വറ്റൽമുളകും ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്. ഞാൻ കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഞാനൊരു 3-4 നുള്ള് ഉലുവ ചേർക്കുകയാണ്. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മസാലകളും നമ്മുടെ സബോളയും ഇതൊക്കെ കൂടി അരച്ചിങ്ങെടുത്തു. തക്കാളിയും സബോളയും കൂടി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുകയാണ്. സബോളയുടെയും തക്കാളിയുടെയും കൂടെ അത് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണം സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അത് സെപ്പറേറ്റ് ചേർത്തത്. ഇനി ആ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്താം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല അതിലേക്ക് ചേർക്കുവാണ്. തീ എപ്പോഴും സിമ്മിലായിരിക്കാൻ ഓർക്കണേ. അപ്പോൾ ഓരോന്ന് നമ്മൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് സാവധാനം ഇളക്കി അതിൻ്റെ ചൂട് പോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആ പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ഗ്രേവി ഉണ്ടാക്കാമേ. ഇപ്പം നല്ലോണം അത് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ ചേർക്കണം. ഒരിക്കലും ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി പച്ചവെള്ളം ഉപയോഗിക്കരുത്. എപ്പോഴും ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് അതൊന്ന് കുറുകി വരണ വരെ അങ്ങനെ പയ്യെ ഇളക്കി കൊടുക്കും. ഇതൊന്ന് വറ്റി വരണമെന്ന് കാണുമ്പോഴത്തേക്കും ഞാൻ ഒരു ചെറിയ പീസ് കുടംപുളി മാത്രമാണ് എടുത്തേക്കുന്നത്. അതും 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ അത് ഇട്ട് വെച്ചായിരുന്നു. ആ വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്തു. ഇപ്പോൾ അത് നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇതൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മീൻ ചേർക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചേർത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് ആ ഗ്രേവി ഉപയോഗിച്ച് കഴിക്കുകയും ചെയ്യാമേ. ചാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏത് മീനും നമുക്കിങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ചാളയായ കാരണം തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കതങ്ങ് വറ്റി കിട്ടും. പിന്നെ മീൻ ചേർത്തതിന് ശേഷം ഒരിക്കലും കയ്യിലിട്ട് അങ്ങനെ ചുറ്റിച്ചെടുക്കാനേ പാടുള്ളേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഇത്തിരി ലൂസാണ്. അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ആ പാകത്തിന് ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. കാണുന്ന പോലെ കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. ബൈ.